ഡിയർ ഫ്രണ്ട്സ്, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഉദ്ദേശം ഒരു 300 വേക്കൻസികളും ഉണ്ട്. ക്ലറിക്കലിന് 100 വേക്കൻസിയും, ഓഫീസർ അസിസ്റ്റൻറ്റ് മാനേജർ ഓഫീസേഴ്സിൻ്റെ വേക്കൻസിയാണ്, അത് 195 വേക്കൻസികളും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഓൾ ഇന്ത്യ ബേസ് ചെയ്ത് ഒരു 10,000ഓളം വേക്കൻസിയാണ് കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് ഉദ്ദേശം. ഒരു 300 വേക്കൻസിക്കകത്താണ് ഈ ക്ലറിക്കലിന് ഉദ്ദേശിക്കുന്ന ഓഫീസ് അസിസ്റ്റൻ്റ് എന്നാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഈ ഓഫീസ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ കാറ്റഗറിയാണ് മറ്റേ ഓഫീസേഴ്സിന് ഉദ്ദേശിക്കുന്നത്. ഈ 2 പോസ്റ്റും കൂടെ ചേർത്ത് രണ്ടിനും ഒരുപോലെ പ്രിപ്പറേഷൻ മതി. ഒന്ന് കുറച്ച് എക്സാം കുറച്ച് സിമ്പിളായിരിക്കും, ഒന്ന് നല്ല കുറച്ചും കൂടെ ടഫായിരിക്കും. ഈ ഒരു വേരിയേഷനേ ഉള്ളൂ. സിലബസ്, എക്സാം പാറ്റേൺ എല്ലാം സംവാട്ട് സിമിലർ തന്നെയാണ്. അതാണ് ഒരു പ്രിപ്പറേഷൻ കൊണ്ട് ഈ രണ്ടിനും അപ്പിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഫീസ് മാത്രം രണ്ടിനും സെപ്പറേറ്റ് 850ഓളം രണ്ടിനും സെപ്പറേറ്റ് അടയ്ക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഇത് ഈ വർഷം തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തി സെപ്റ്റംബറോട് പരീക്ഷ നടക്കും. പ്രിലിമിനറി 2 പേപ്പറേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോഴേക്ക് ഫൈനലിൻ്റെ റിസൾട്ട് വരും. ഈ ഫൈനലിൽ ഒക്ടോബറിൽ തന്നെ എഴുതാം. സെപ്റ്റംബർ കഴിഞ്ഞാൽ തന്നെ ഒക്ടോബറിൽ ഫൈനൽ എഴുതാം. നവംബർ ആകുമ്പോഴേക്ക് ഫൈനൽ ഇൻ്റർവ്യൂവിലേക്ക് വരും. ഇൻ്റർവ്യൂടെ കഴിയുമ്പോഴേക്ക് ഈ വർഷം തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ ബാങ്കിങ് സർവീസ് എല്ലാം തന്നെ അതാത് വർഷം നമ്മൾ പരീക്ഷ എഴുതി ആ വർഷം തന്നെ നമുക്ക് ഇയർ എൻഡ് ആകുമ്പോഴേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വളരെ മിനിമം പ്രോഗ്രാമേ ഉള്ളൂ. പിന്നെ ഇതിന് വളരെ ഇൻറ്റൻസീവായിട്ടൊരു പ്രിപ്പറേഷൻ വേണം. ബാക്കി സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതിനകത്ത് കുറച്ച് അത്യാവശ്യം സിലബസ് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാം. ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയാം. ഇത് നമ്മൾ സമയത്തിന് അപ്ലൈ ചെയ്യുക, എല്ലാവരും ഓർത്തിരിക്കുക. വളരെ കൃത്യമായിട്ട് തന്നെ ഈ 27 മുമ്പ് അപ്ലൈ ചെയ്തിരിക്കണം. അത് വളരെ ശ്രദ്ധിച്ച് വേണം. ഒരു എറർ വരാത്ത രീതിയിൽ നമ്മളെല്ലാം ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്താൽ ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. തീർച്ചയായിട്ടും നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്